ഹായ് എവരിവൺ, എൻ്റെ പേര് ജാസ്മിൻ. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ലേഡി ശ്രീറാം കോളേജിൽ നിന്നാണ് എൻ്റെ ഡിഗ്രി ചെയ്തത്. BA ഓണേഴ്സ് എക്കണോമിക്സ് ആയിരുന്നു കംപ്ലീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ പ്രെപ്വൈസിലെ എക്കണോമിക്സിന്റെ ഫാക്കൽറ്റി ആയി നിൽക്കുന്നതിന് പുറമെ എക്കണോമിക്സ് എന്നൊരു ഏരിയ നല്ല ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് അതിലുള്ള റിസർച്ചിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്ത്യയിലെ എക്കോണമിസ്റ്റ് ആയ ജീൻ ഡ്രസിന്റെ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ റിസർച്ചിൽ ഇന്റേൺ ആയിട്ടും അസിസ്റ്റന്റ് ആയിട്ടും വർക്ക് ചെയ്തു. അതുപോലെ കുറച്ച് റിസർച്ച് സെന്റേഴ്സിലും ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റി. ആ ഒരു ഏരിയയിലൂടെ താല്പര്യമുള്ളത് കൊണ്ട് എക്കണോമിക്സ് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഏരിയ ആയതുകൊണ്ടാണ് ഞാൻ ഡിഗ്രി എടുത്തത്, പഠിച്ചതും. അതിന് ഒരുപാട് അവസരങ്ങളും നമ്മളുടെ സമൂഹത്തിനെ ഭയങ്കരമായി ഇമ്പാക്ട് ചെയ്യാനുള്ള ഒരു ടൂളും കൂടിയാണ്. അപ്പം നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് പേഴ്സണലിയും അതുപോലെ മറ്റുള്ളവർക്കും ചെയ്യാനുള്ള ഒരു അവസരം എക്കണോമിക്സിലൂടെ ഉണ്ട്. അപ്പൊ ഞാൻ എന്നെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു +1 +2 എടുത്തത്. സോഷ്യൽ സയൻസ് സബ്ജക്ട്സ് ഒക്കെ ഇഷ്ടമായിരുന്നു. പിന്നെ ഇപ്പൊ +1ലും +2ലും ഉള്ള എക്കണോമിക്സും പഠിക്കാൻ നല്ല താല്പര്യമായിരുന്നു. അപ്പം ഈ +1ഉം +2ഉം തമ്മിലുള്ള എക്കണോമിക്സിന്റെ വ്യത്യാസം നമുക്ക് പറയാം. ഇപ്പൊ +1ൽ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ എക്കോണമിയും സ്റ്റാറ്റിസ്റ്റിക്സും ആണ്. അത് എക്കണോമിക്സിന്റെ ഒരു വളരെ ബേസിക് ആയിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മൾ പഠിക്കുന്നത് രണ്ടിനും. നേരെ മറിച്ച് +2ലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഇപ്പൊ പഠിക്കുന്ന സബ്ജക്ട്സിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുള്ള 2 സബ്ജക്ട്സ് ആയിരിക്കും നിങ്ങൾ +2ൽ ഡീൽ ചെയ്യാൻ പോകുന്നത്, മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും. അപ്പം നല്ലോണം ഇപ്പോ ഇന്ത്യൻ എക്കോണമിയും സ്റ്റാറ്റിസ്റ്റിക്സിനെയൊക്കെ കാട്ടിലും ഒരു കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടൊരു ഏരിയ ആയിരിക്കും +2ൽ നിങ്ങൾ കവർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ആ ഏരിയ ആയിരിക്കും നിങ്ങൾ ഇനിയിപ്പോ ഡിഗ്രി പഠിക്കാൻ പോവുകയാണെങ്കിലും ഒക്കെ എക്കണോമിക്സിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. എക്കണോമിക്സിന്റെ കറക്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് +2ലായിരിക്കും. ഇപ്പൊ നിങ്ങൾ അതിന്റെ ഒരു ബേസിക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇക്കോണമിയെ കുറിച്ചൊക്കെ ഉണ്ടാക്കാണ്. അപ്പൊ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും വളരെ ഇമ്പോർട്ടന്റ് ആണ് അടുത്തേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ +1ലുള്ളത് പഠിച്ചു, +2 പഠിച്ചു. അപ്പം ഈ 2 വർഷം എനിക്ക് എക്കണോമിക്സ് നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ അതുപോലെ ഞാൻ പിന്നീട് ഡിഗ്രി എടുക്കാൻ ചൂസ് ചെയ്യുന്നതും 2-3 കാരണങ്ങൾ. ഒന്ന്, എനിക്ക് എക്കണോമിക്സ് ഇഷ്ടമായിരുന്നു. പക്ഷെ എക്കണോമിക്സ് പോലെ തന്നെ എനിക്ക് മറ്റു സോഷ്യൽ സയൻസസ്, പൊളിറ്റിക്കൽ സയൻസ് ആയാലും സോഷ്യോളജി ആയാലും ഒക്കെ ഇഷ്ടമുള്ള സബ്ജക്ട്സ് ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച എക്കണോമിക്സിൽ ഒരു സാധനം എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല. അപ്പൊ എനിക്ക് അതിൽ കുറച്ചുകൂടി ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടൊരു സാധനം എക്കണോമിക്സിലുണ്ട്. അതായത് നമ്മൾ ഒരു സാധനത്തിന് നമ്മൾ സൊസൈറ്റിയാണ് പഠിക്കുന്നത്. പക്ഷെ അതിപ്പോ നിങ്ങൾ +2ലേക്ക് എത്തുമ്പോൾ മനസ്സിലാവും, കുറച്ച് സൊസൈറ്റിയെ പഠിക്കുന്നതിലും കുറച്ച് നമ്മൾ ഗ്രാഫുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ടെക്നിക്കൽ, ഇപ്പൊ മാത്സ് ഉപയോഗിച്ച് അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിച്ചാണ് എക്കണോമിക്സ് ഇന്നത്തെ കാലത്ത് നമ്മൾ കൂടുതലായിട്ടും പഠിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു അനാലിസിസ് ആണ് എക്കണോമിക്സിൽ കൂടുതൽ നിൽക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇപ്പൊ ഡിഗ്രി ലെവലിൽ അത് പഠിക്കാം. പിന്നീട് ഇനിയിപ്പോ എനിക്കൊരു സബ്ജക്ട് ഡിഗ്രി കഴിഞ്ഞ് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നിയാലും അങ്ങനത്തെ ഒരു ടെക്നിക്കൽ ആയിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഞാൻ പഠിച്ചത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയില് എക്കണോമിക്സ് പഠിച്ചു. അപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റി അഗൈൻ അതെന്തുകൊണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മളുടെ രാജ്യത്ത് ഇപ്പോ എക്കണോമിക്സിനൊരു ഒന്ന് ബെസ്റ്റ് കോളേജസ് ഉണ്ട് ഡൽഹിയിൽ. അതുപോലെ തന്നെ എക്കണോമിക്സിന്റെ സിലബസ്, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് സിലബസ് ആണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ളത്. അപ്പൊ നമുക്കിപ്പോ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എക്കണോമിക്സ് പഠിക്കണമെങ്കിൽ ഒരു റിക്വയർമെന്റ് നമുക്ക് മാത്സ് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. +1 +2 തലത്തിൽ നമ്മൾ മാത്സ് പഠിച്ചിരിക്കണം, എന്നാലേ എക്കണോമിക്സ് നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. കാരണം എന്ന് പറഞ്ഞാല് ആ കോഴ്സ് ഭയങ്കരമായി ഈ ക്വാണ്ടിറ്റേറ്റീവ് സാധനങ്ങളുള്ള ഒരു കോഴ്സാണ്. കൂടുതലാണ് മാത്സിന്റെ പേപ്പർ പഠിക്കും ഫസ്റ്റ് ഇയറില്. പിന്നെ നിങ്ങൾ അടുത്ത കൊല്ലം പഠിക്കാൻ പോകുന്ന മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും അതും ഡിഗ്രിയിൽ പഠിക്കും. അതിന്റെ ഹയർ ലെവലുകളായിരിക്കും പഠിക്കാൻ പോകുന്നത്. അതുപോലെ ഫൈനൽ ഇയർ എത്തുമ്പോഴായിരിക്കും നിങ്ങൾ ഈ പഠിക്കുന്ന ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് ഒക്കെ നമ്മൾ ഡിഗ്രി ഫൈനൽ ഇയർ ആകുമ്പോഴായിരിക്കും പഠിക്കുന്നത്. അതുപോലെ ഈ സ്റ്റാറ്റിസ്റ്റിക്സും നമ്മൾ ഇതിനിടയിൽ പഠിക്കും, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഹയർ ലെവൽ. അപ്പൊ നിങ്ങൾ ഈ പഠിക്കുന്ന എല്ലാ സബ്ജക്ട്സും നമ്മൾ ഡിഗ്രിയിലും സെയിം സബ്ജക്ട്സിന്റെ കുറച്ചുകൂടെ ഹയർ വേർഷൻസ് പഠിക്കാൻ പോകുന്നത്. അപ്പം ഇതെല്ലാം ഒരു ബേസിക് സാധനമാണ്. അപ്പൊ അതില്
ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സിലബസ് കുറച്ചുകൂടി ക്വാണ്ടിറ്റേറ്റീവ് സാധനങ്ങൾ ഇന്ത്യയിലെ മറ്റ് സിലബസുകളെക്കാളും ഫോക്കസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മളുടെ ഒരു പുറത്തുള്ള നല്ല യൂണിവേഴ്സിറ്റികളാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ എക്കണോമിക്സിന്റെ റിസർച്ച് ആണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ കോർപ്പറേറ്റ് കമ്പനികളിൽ ജോലി ചെയ്യണം എന്നാണെങ്കിലും, ഇതിനൊക്കെ വേണ്ടുന്ന രീതിയിലാണ് ആ സിലബസ് ഫോം ചെയ്തിരിക്കുന്നത്. അതായത് കുറച്ചുകൂടി അങ്ങനത്തെ ക്വാണ്ടിറ്റേറ്റീവ് സാധനങ്ങളാണ് കുറച്ചുകൂടി ഒരു എക്കണോമിക്സ് പഠിക്കുന്ന ഒരാളിൽ നിന്ന് ഇന്നത്തെ സമൂഹം എക്സ്പെക്ട് ചെയ്യുന്നതും, അതാണ് നമുക്ക് വേണ്ടുന്ന ഒരു സ്കിൽസും. അപ്പൊ അങ്ങനെ രീതിയിലൊരു വളരെ നല്ലൊരു സിലബസ് ആണ്. കുറച്ച് ചാലഞ്ചിങ് ആണ് അത്. ചാലഞ്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ മാത്സ് കുറച്ച് പഠിക്കണം, അല്ലെങ്കിൽ വേറെ സബ്ജക്ട്സിന്റെ അകത്തും മാത്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ചിലപ്പോൾ അത് ചാലഞ്ചിങ് ആയിട്ട് തോന്നും. എങ്കിൽ പോലും പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. എടുത്താൽ നമുക്ക് കുറെ സ്കിൽസ് കിട്ടുന്നതും അത് നമുക്ക് ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യവും ആണ്. അപ്പം അതാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയെ കുറിച്ച് അതിന്റെ സിലബസിനെയൊക്കെ പറയാം. അപ്പം സംഭവം അതിപ്പോ ഞാനിപ്പോ ചാലഞ്ചിങ് ആണെങ്കിലും പഠിക്കുന്നത് നമുക്ക് എക്കണോമിക്സിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾക്കും, എനിക്ക് എക്കണോമിക്സിന്റെ എന്നെ കുറിച്ച് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ താല്പര്യം എക്കണോമിക്സിന്റെ ഡിസ്ക്രിപ്റ്റീവ് സാധനങ്ങളാണ്. അതായത് മറ്റ് സോഷ്യൽ സയൻസുകളോട് ചേർന്ന് കിടക്കുന്ന ആ ഒരു രീതിയിലുള്ള സാധനങ്ങളാണ്. ഇപ്പൊ പൊളിറ്റിക്കൽ എക്കോണമി അങ്ങനത്തെ കുറച്ച് സബ്ജക്ട്സ് ആണ് എനിക്ക് പേഴ്സണലി താല്പര്യം ഉണ്ടായിരുന്നത് പഠിക്കാൻ. പക്ഷെ എങ്കിലും ഞാൻ മറ്റേ മാത്സും സാധനങ്ങളും ഒക്കെ പഠിച്ചപ്പോൾ കുറച്ചുകൂടി ആ രീതിയിലുള്ള സ്കിൽസ് വന്നു. ഇപ്പൊ അത് ഞാൻ കുറച്ച് ചാലഞ്ചിങ് ആയി എനിക്ക് പേഴ്സണലി തോന്നിയിരുന്നെങ്കിൽ പോലും അത് പഠിച്ചെടുത്തു കഴിയുമ്പോൾ അത് നമുക്ക് കുറച്ച് സ്കിൽസും നമുക്ക് ഫൈനലി ഒരു എക്കണോമിക്സ് ഇപ്പൊ നമ്മളെ PhD ചെയ്യണമെങ്കിൽ വേറെ നമുക്ക് ആ ഒരു ഫീൽഡിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളിലേക്ക് പിന്നീട് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു നമുക്ക് കുറച്ചുകൂടി അങ്ങനത്തെ മികച്ച സിലബസുകളുള്ള സ്ഥലത്ത് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു സബ്ജക്റ്റിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. കുറെ ഓപ്പർച്യൂണിറ്റീസും കിട്ടും. ഇനി ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ സ്ട്രാറ്റജി ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം, കുറച്ച് എക്കണോമിക്സിന് പൊതുവെ കുറെ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഗവൺമെന്റില് ഇന്ത്യൻ എക്കണോമിക് സർവീസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു UPSC നടത്തുന്ന എക്സാമിനേഷൻ തന്നെയുണ്ട്. മറ്റേ സിവിൽ സർവീസ് എക്സാമിനേഷൻ പോലെ തന്നെ മറ്റൊരു എക്സാമാണ്. അപ്പൊ അത് നിങ്ങൾ MA കഴിഞ്ഞിട്ട് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ്. അപ്പൊ ഗവൺമെന്റിലെ പല ടോപ്പ് ഡിപ്പാർട്ട്മെന്റ്സും നിങ്ങൾക്ക് എക്കോണമിസ്റ്റുകളായിട്ട് വർക്ക് ചെയ്യാം. ഗവൺമെന്റിന്റെ പോളിസി മേക്കിങ്ങിൽ നിങ്ങൾക്ക് റോൾ ഉണ്ടായിരിക്കാം. ഇനിയല്ല നിങ്ങൾക്ക് ഇപ്പൊ സിവിൽ സർവീസിലേക്ക് പോകാനാണ് താല്പര്യം, അതായത് IAS അങ്ങനത്തെ സാധനങ്ങളിലേക്കാണെങ്കിൽ പോലും ചിലപ്പോൾ അങ്ങനെ ഒരു എക്കണോമിക് അണ്ടർസ്റ്റാൻഡിങ് പല പോളിസി നിങ്ങൾക്ക് റിസർച്ച്, അതായത് MA കഴിഞ്ഞ് PhD കഴിഞ്ഞ് റിസർച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രൊഫസർ ആവണം. ഇതിനും ഒരുപാട് റിസർച്ച് സെന്റേഴ്സ് ലോകം മുഴുവൻ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് വേൾഡ് ബാങ്ക്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, യുണൈറ്റഡ് നേഷൻസ്, അല്ലെങ്കിൽ JPAL അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എക്കണോമിക് റിസർച്ച് സെന്റേഴ്സ് ഇന്നത്തെ കാലത്ത് നമുക്കുണ്ട്. അപ്പൊ അങ്ങനത്തെ ഏറ്റവും ബെസ്റ്റ് സ്ഥലങ്ങൾ ഇന്ത്യയിലാണെങ്കിലും പുറത്തുമുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനും അങ്ങനെയൊക്കെ ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ട്. അതൊക്കെ നമുക്ക് നല്ല വാല്യൂ അഡീഷൻ വരുന്ന, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് ആയ കാര്യങ്ങളാണ്. ഇനി അതല്ല നിങ്ങൾക്ക് കോർപ്പറേറ്റ് ആണ്, കമ്പനികളിൽ വർക്ക് ചെയ്യാനാണെങ്കിൽ പോലും ഒരുപാട്, അതായത് ബിസിനസ് അനലിസ്റ്റ് ആയിട്ട്, എക്കോണമിസ്റ്റ് ആയിട്ട്, ഡേറ്റ അനലിസ്റ്റ് ആയിട്ട്, അങ്ങനെയൊക്കെ ഒരുപാട് അവസരങ്ങൾ ഏറ്റവും ടോപ്പ് കമ്പനീസിൽ തന്നെ കിട്ടുന്നുണ്ട്. ആൻഡ് അഗെയിൻ ഞാനിപ്പോ കോളേജസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ ടോപ്പ് കോളേജസിലും ഒക്കെ പഠിക്കുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ കോർപ്പറേറ്റ് സ്ഥാനത്തിലേക്കാണ് പോകാൻ, കമ്പനീസിൽ വർക്ക് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഞാൻ പഠിച്ച കോളേജിലും അതുപോലെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മറ്റ് പല കോളേജസും ഒക്കെ ഡയറക്റ്റ് നിങ്ങൾ ഫൈനൽ ഇയർ ഡിഗ്രി 3rd ഇയർ എത്തുമ്പോഴത്തേക്കും തന്നെ പ്ലേസ്മെന്റ്സ് കിട്ടാറുണ്ട് ഒരുപാട് പേർക്ക്. അതായത് ഡയറക്ട്ലി കമ്പനീസ് ക്യാമ്പസിൽ വരും, നിങ്ങളെ ഹയർ ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കും. അപ്പൊ നോർമലി നമ്മളുടെ നാട്ടിലൊക്കെ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് പ്രൊഫഷണൽ കോഴ്സുകൾക്കായിരിക്കും അല്ലെ. പക്ഷെ ഇങ്ങനത്തെ നല്ല സ്ഥലങ്ങൾ നമുക്ക് പഠിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് ഡിഗ്രി കഴിയുമ്പോൾ തന്നെ ഫൈനൽ ഇയർ ആകുമ്പോൾ തന്നെ ഒരു നല്ല കമ്പനിയിൽ നമുക്ക് പ്ലേസ്ഡ് ആവാനും നല്ലൊരു നല്ല സാലറി കിട്ടുന്ന അങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക്, അല്ലെങ്കിൽ നല്ല കമ്പനിയിൽ നല്ല റോള് വർക്ക് ചെയ്യാനുള്ള ഒരവസരവും അതിലൂടെ കിട്ടുന്നുണ്ട്. അപ്പം ആ രീതിയിൽ പ്ലേസ്മെന്റ്സും വളരെ കൂടുതലായ ഒരു സബ്ജക്റ്റ് ആണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അഗൈൻ അതിന്റെ ആ ഒരു ടെക്നിക്കൽ നേച്ചർ കാരണം ആ രീതിയിലുള്ള ഒരുപാട് അവസരങ്ങളും കിട്ടുന്നുണ്ട്.
അപ്പൊ ഇനി പഠിക്കാൻ നിങ്ങൾക്ക് ഭാവിയിൽ എക്കണോമിക്സ് എടുക്കാൻ താല്പര്യം. ഇപ്പൊ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നെക്സ്റ്റ് ഇയർ കൂടി കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക പഠിക്കണോ പഠിക്കണ്ടേ എന്നുള്ളത്. കാരണം +2 എത്തുമ്പോഴാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എക്കണോമിക്സിന്റെ ചില കോർ ഏരിയാസിലേക്ക് നിങ്ങൾ പോവുക. അപ്പൊ അപ്പോഴായിരിക്കും കുറച്ചുകൂടി ഐഡിയ കിട്ടുക ഈ സബ്ജക്റ്റിന് എനിക്ക് പഠിക്കാൻ കൊള്ളാവുന്നതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സബ്ജക്ട് എടുക്കണോ എന്നുള്ളൊരു ഐഡിയ കിട്ടുക. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇനി പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നല്ല സ്ഥലങ്ങള് ഇപ്പോ ഡിഗ്രി ലെവലിൽ പഠിക്കാനാണെങ്കിൽ അഗൈൻ ഡൽഹി യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് കുറേ ഉണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സാമിനേഷനില് കീഴിൽ തന്നെ വരുന്ന ഒരു സാധനമാണ് BR അംബേദ്കർ സ്കൂൾ ഓഫ് എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിലുള്ള ഒരു ബേസ് എന്ന് പറയുന്ന സെന്റർ. അപ്പൊ അവിടെയും BSc എക്കണോമിക്സ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. കൊൽക്കത്തയിലെ സെന്റ് സേവിയേഴ്സ് കോളേജിലെ BSc എക്കണോമിക്സ് ആണ്. BA അല്ല BSc ആണ്. അപ്പം സയൻസ് സബ്ജക്റ്റിന്റെ ഡിഗ്രിയാണ് കിട്ടുക എക്കണോമിക്സ് പഠിക്കുമ്പോൾ. അപ്പൊ അങ്ങനത്തെ നല്ല സ്ഥലങ്ങള് നമുക്ക് ഡിഗ്രി പഠിക്കാനുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സാംസ് ഒക്കെ എഴുതിയാൽ ഇതിലൊക്കെ നമുക്ക് അവസരം കിട്ടും. പിന്നെ PG ലെവലിലാണെങ്കിൽ നമുക്ക് JNU, ഡൽഹി യൂണിവേഴ്സിറ്റി, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എക്കണോമിക്സ് ഡിഗ്രി ഉണ്ട്. അതുപോലെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, അംബേദ്കർ യൂണിവേഴ്സിറ്റി, അങ്ങനെ ടോപ്പ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പഠിച്ചിറങ്ങാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടി അത് നല്ല രീതിയിൽ പഠിക്കാനും ഒരു നല്ല എൻവയൺമെന്റും നല്ല എക്കോണമിസ്റ്റുകളുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ നമുക്ക് അവസരം കിട്ടുന്നുണ്ട്. ഇനി നിങ്ങളുടെ ലെവലിൽ ഇപ്പൊ +1 എന്ന ലെവലിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾ ഈ പഠിക്കുന്ന സബ്ജക്ട്സ് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റും സ്റ്റാറ്റിസ്റ്റിക്സും അല്ലെ. അപ്പൊ അത് രണ്ടും നേരത്തെ പറഞ്ഞ പോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഐഡിയ ആണ് എക്കണോമിക്സിനെ കുറിച്ചുള്ളത് ഇപ്പോ ഒരു ലെവലിൽ നിന്ന് നോക്കിയാൽ. അപ്പൊ അതിൽ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ +1 +2 പഠിക്കാൻ പോകുന്ന 4 എക്കണോമിക്സിന്റെ ടെക്സ്റ്റ് ബുക്സിനെ വെച്ച് നോക്കിയാൽ ഒരു പക്ഷേ ഏറ്റവും താരതമ്യേന എളുപ്പമായിട്ടൊരു പേപ്പർ ആയിരിക്കും ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. +1 +2 ഒക്കെ എത്തുമ്പോൾ കുറച്ചുകൂടി ടെക്നിക്കൽ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അപ്പം എന്നാലേ ഈ ഒരു ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് എന്നൊരു അണ്ടർസ്റ്റാൻഡിങ് ഇപ്പൊ നമ്മൾ ഒരു ടെക്നിക്കൽ സാധനം പഠിക്കുകയാണെങ്കിലും നമുക്ക് ഈ ഒരു ഇതാണ് നമ്മളുടെ രാജ്യത്തിന്റെ എക്കോണമിയുടെ അവസ്ഥ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മളുടെ സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ വെറുതെ ഇപ്പൊ നിങ്ങൾക്ക് എക്കണോമിക്സ് എടുക്കാന്നല്ല, നമ്മളൊരു സാധാരണ മനുഷ്യൻ നമുക്ക് വേറെ എന്തൊരു സബ്ജക്ട് എടുക്കണമെങ്കിൽ പോലും ജനറൽ നോളജ് ആണ് ആ ഒരു പേപ്പർ മുഴുവൻ. അപ്പോ നിങ്ങൾക്ക് ഇനി ഭാവിയിൽ ഇപ്പൊ നിങ്ങളിപ്പോ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ PSc എക്സാമിനേഷൻ എഴുതാൻ പോവാണ്, അല്ലെങ്കിൽ എന്ത് ജോലിയുടെ എക്സാമിനേഷൻ ഒക്കെ എഴുതാൻ പോവാണെങ്കിലും ചോദിക്കാൻ പോകുന്ന ഒരുപാട് ബേസിക് ഇൻഫർമേഷൻ ഉള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ്. അപ്പൊ അത് പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കി അതായത് എന്താ ലൈക്ക് കാണാതെ നമുക്ക് മനഃപ്പാഠം പഠിക്കാനൊക്കെ ഉള്ള ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ കഴിയില്ല. പിന്നെ ഓരോ സാധനങ്ങൾ ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെയായിരുന്നു ഇന്ത്യൻ എക്കോണമി, നമ്മളുടെ പോളിസീസ് ഇങ്ങനെയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ കേൾക്കുന്ന കുറെ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇതായിരുന്നു ഇങ്ങനെയായിരുന്നു നമ്മളുടെ പോളിസി വന്നിരുന്നത് എന്ന്. പിന്നെ ഉള്ള രണ്ടാമത്തെ ടെക്സ്റ്റ് ബുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ സ്ട്രാറ്റജി ക്ലാസ് കേട്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മള് ഇന്നത്തെ ഒരു ഭയങ്കര എല്ലാവർക്കും ആവശ്യമായ ഒരു സ്കില്ലാണ് ഡേറ്റ അനാലിസിസും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ മനസ്സിലാവുക എന്നുള്ളത്. പല ഇപ്പൊ കമ്പനീസിലാണെങ്കിലും റിസർച്ചിനാണെങ്കിലും ഗവൺമെന്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ഒക്കെ ഡേറ്റ ഉപയോഗിച്ചാണ് എല്ലാവരും പോളിസീസ് ആണെങ്കിലും അല്ലെങ്കിൽ കമ്പനിയുടെ സ്ട്രാറ്റജീസ് ആണെങ്കിലും ഒക്കെ ചെയ്യുക. അപ്പൊ അതിന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ്. നിങ്ങൾ ഈ +1 പഠിക്കുന്നത് വളരെ ബേസിക് ആയിട്ടൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് ഏതൊരു മേഖലയിലും ഇനി നിങ്ങൾ വേറെ സബ്ജക്ട്സ് പഠിക്കാൻ പോകുക, അതായത് നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ സോഷ്യോളജി എന്ത് പഠിക്കാൻ പോവുകയാണെങ്കിലും അതിലൊക്കെ റിസർച്ച് ചെയ്യണമെങ്കിലും ഒക്കെ എസെൻഷ്യൽ ആയിട്ടൊരു സാധനമാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ ഈ ലെവലിൽ പഠിക്കുന്ന രീതി എന്ന് പറയുമ്പം അഗൈൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ എങ്ങനെ, പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് ബേസിക് മാത്സ് ഉപയോഗിച്ചുള്ള കാര്യങ്ങളാണ്, ഹയർ ലെവൽ സാധനങ്ങളല്ല. അപ്പം അത് മാക്സിമം നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന ഏരിയാസ് പ്രാക്ടീസ് ചെയ്യുക, അത് സിമ്പിളായി മനസ്സിലാക്കി നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. അതായത് ഭയങ്കര ഡിഫിക്കൽട്ടായി നിങ്ങൾ 10th പഠിച്ച മാത്സ് പോലെയല്ല, ബേസിക് ആയിട്ടുള്ള മാത്സ് ആണ്. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കാം. അപ്പോ ഇതാണ് ജനറലി
എക്കണോമിക്സിനെ പറ്റി +1 ലെവലിലുള്ള എക്കണോമിക്സിനെ പറ്റിയും നിങ്ങൾക്ക് പഠിക്കണം എന്ന് അടുത്ത വർഷമൊക്കെ കഴിയുമ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും ഉള്ള അവസരങ്ങളും ഒക്കെ. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ BA എക്കണോമിക്സ് ഓണേഴ്സ് ആണോ? ഞാനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലേ? BA എക്കണോമിക്സ് ആണ്. ഞാൻ BA എക്കണോമിക്സ് ഓണേഴ്സ് ആയിരുന്നു പഠിച്ചത്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകളൊക്കെ ഓണേഴ്സ് കോഴ്സുകളായിരുന്നു. അപ്പൊ ഞാൻ പഠിച്ചതും ഓണേഴ്സ് കോഴ്സ് ആയിരുന്നു. ഓക്കെ, വിച്ച് ഇസ് ബെറ്റർ ആൻഡ് വൈ? അത് നമുക്ക് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അതിലെ ഡിഫറൻസ് എന്ന് പറഞ്ഞാല് നമ്മൾ ഏതൊരു സബ്ജക്റ്റിന്റെയും ഓണേഴ്സ് കോഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ആ സബ്ജക്റ്റിൽ സ്പെഷ്യലൈസേഷൻ വരുന്ന കോഴ്സാണ്. അതായത് നമ്മളിപ്പോ ഒരു നോർമൽ BA എക്കണോമിക്സ് ആണെങ്കിൽ കുറച്ചുകൂടി നമ്മൾ മറ്റ് സബ്ജക്ട്സും ഒക്കെ പഠിക്കേണ്ടി വരും. ഇപ്പൊ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിഗ്രി നോക്കുകയാണെങ്കിൽ ഇപ്പോ ലാംഗ്വേജ് പഠിക്കണം, സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടൊരു സബ്ജക്ട് പഠിക്കണം, അല്ലെങ്കിൽ വേറെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള എന്തെങ്കിലും വേൾഡ് ഹിസ്റ്ററി പഠിക്കണം, അങ്ങനത്തെ വേറെ കുറച്ച് സബ്ജക്ട്സ് ഒക്കെ കാണും പറ്റും. അപ്പൊ നമുക്ക് കുറച്ചുകൂടി മറ്റ് ഏരിയാസും നമ്മൾ പഠിക്കും. പക്ഷെ ഇപ്പോ ഓണേഴ്സ് കോഴ്സ് ആകുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഭൂരിഭാഗം സാധനങ്ങളും, ഭൂരിഭാഗം എന്ന് പറഞ്ഞാൽ മറ്റതിനെക്കാട്ടിലും കൂടുതലും നമ്മൾ ആ സബ്ജക്റ്റിന്റെ, ഇപ്പൊ എക്കണോമിക്സ് ആണെങ്കിൽ എക്കണോമിക്സിന്റെ തന്നെ പല സ്പെഷ്യലൈസേഷൻസ് ആയിരിക്കും. ആകെ ഡൽഹി യൂണിവേഴ്സിറ്റി സിലബസിൽ ഇപ്പൊ ഉള്ളത് നമ്മൾ വേറൊരെണ്ണം ചെയ്യുന്നത്, നമ്മളുടെ ഫസ്റ്റ് 2 ഇയറിൽ ഒരു ഇലക്റ്റീവ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരൊറ്റ പേപ്പർ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് പഠിക്കാം. പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാം, സോഷ്യോളജി പഠിക്കാം. ഞാൻ പഠിച്ചത് പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു. എന്റെ 4 സെമസ്റ്ററിൽ ഞാൻ പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു. അത് ഒഴിച്ചാല് നമ്മൾ പഠിക്കുന്നതെല്ലാം എക്കണോമിക്സിന്റെ തന്നെ പല പല കോഴ്സ്. ഇപ്പൊ ഫൈനൽ ഇയർ ആവുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം ഇന്റർനാഷണൽ എക്കണോമിക്സ്, അല്ലെങ്കിൽ എൻവയൺമെന്റൽ എക്കണോമിക്സ്, ഡെവലപ്മെന്റ് എക്കണോമിക്സ്, പിന്നെ ഫൈനാൻഷ്യൽ എക്കണോമിക്സ്, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ എക്കണോമിക്സ്. ഇങ്ങനെ എക്കണോമിക്സിന്റെ കുറേ അധികം പേപ്പേഴ്സ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. ആ സ്പെഷ്യലൈസേഷൻ എന്നൊരു എലമെന്റ് മറ്റേ നോർമൽ ഡിഗ്രിക്ക് കുറവായിരിക്കും. അപ്പൊ അതിന്റെ വിച്ച് ഇസ് ബെറ്റർ എന്ന് ചോദിച്ചാല് നമുക്കിപ്പോ കുറച്ചും കൂടി സ്പെഷ്യലൈസ്ഡ് സാധനമാണ് ആഗ്രഹം പഠിക്കാനെങ്കിൽ എനിക്ക് തോന്നുന്നു ഓണേഴ്സ് കോഴ്സ് ആയിരിക്കും നല്ലത്. ആൻഡ് നോർമലിയും കുറച്ചുകൂടി, ചിലപ്പോൾ ഞാൻ പറയുന്നത് ശരിയായിരിക്കില്ല, പക്ഷെ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് കുറച്ചുകൂടി ആ സ്പെഷ്യലൈസേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനത്തെ ചില പൊസിഷൻസിൽ ചിലപ്പോൾ അതിനായിരിക്കും വാല്യൂ. എങ്കിൽ പോലും നമ്മൾ, അതായത് നമ്മളിപ്പോ ഇപ്പൊ ഇത് കഴിഞ്ഞ് നിങ്ങൾ PG ചെയ്യാൻ പോവാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പൊ ഇവിടുത്തെ ഡിഗ്രി പഠിച്ചാലും അവിടുത്തെ ഡിഗ്രി പഠിച്ചാലും ഡിഫറൻസ് ഒന്നുമില്ല. നമുക്ക് അഡ്മിഷൻ കിട്ടുന്നതിൽ ഡിഫറൻസ് ഇല്ല. ബട്ട് അഗൈൻ ഡിഫറൻസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ PG എൻട്രൻസുകളെല്ലാം ഈ DU സിലബസ് ബേസ്ഡ് ആണ്. ഈ ഓണേഴ്സിന്റെ സിലബസ് ബേസ്ഡ് ആണ് എൻട്രൻസുകളെല്ലാം വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ സിലബസ് ഓൾറെഡി പഠിക്കുമ്പോൾ ബെനിഫിറ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ സിലബസ് പഠിച്ചിട്ട് പിന്നെ നമ്മൾ അത് കഷ്ടപ്പെട്ട് പഠിക്കേണ്ടി വരും. ഒന്നും നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചെടുക്കേണ്ടി വരും. കുറച്ചുകൂടി ഹയർ ലെവലാണ്, കുറച്ചുകൂടി ടഫാണ്. അപ്പം അങ്ങനെ നമുക്ക് ഡയറക്ട്ലി അത് തന്നെ പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും നമുക്ക്.